നിങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് മുറി കിടന്നാൽ മതി. അതെന്താ സാറേ, ഈ ചെയ്യുന്ന ശരിയല്ല. ഇത് എന്റെ ഭാര്യയല്ല. പിന്നെ വേണുവേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും എനിക്ക് അമ്മായിയും മായും കാണാതിരിക്കാൻ കഴിയില്ല.
വരുന്നു എന്ന് പറഞ്ഞു. മോൾ ഉറങ്ങിക്കോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തെ മുറി കിടന്നാൽ മതി. അതെന്താ സാറേ, ഞാൻ അപ്പുറത്തെ മുറി കിടന്നോളാം. പക്ഷെ ഈ കുട്ടി സാറിന്റെ ഭാര്യയല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി. ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു കുടുംബമാ. ഈ വീട്ടിലിപ്പോ മുതിർന്ന ആള് ഞാനാ. ഈ ചെയ്യുന്നത് ശരിയല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് അസുഖം വന്നാലും ഭാര്യയും ഭർത്താവും വേറെ വേറെ മുറി കിടക്കുന്നത് ശരിയല്ല. നിങ്ങളെ ഈ വീട്ടിലെ ശമ്പളക്കാരിയാ, എൻ്റെ അമ്മായിയൊന്നുമല്ല. അല്ല, ശമ്പളക്കാരിയാ. പക്ഷെ ഞാൻ നിന്നിട്ടുള്ള എല്ലാ വീട്ടിലും ഞാനൊരു അംഗത്തെ പോലെയാ ജീവിച്ചിട്ടുള്ളത്. അവിടെ എന്ത് തെറ്റ് കണ്ടാലും ഞാനത് വിളിച്ചു പറയും. സാർ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. സ്വന്തം ഭാര്യ എങ്ങനെ പീഡിപ്പിക്കുന്നതേ മഹാപാപാണ്. സാറിന് ഇതിന്റെ ശാപം കിട്ടും. ഇത് എൻ്റെ ഭാര്യയല്ല. പിന്നെ വേറെ ആരായാലും നിങ്ങൾക്ക് എന്താ? അപ്പുറത്തോണ്ട് കിടത്തുന്നുണ്ടോ അതോ ഞാൻ പുറത്തു പോകണോ? വേണ്ട, പോയിക്കോളാം. ആ. എന്തായാലും ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, നമുക്ക് തുടങ്ങിക്കളയാം. നാളെ തന്നെ ആയിക്കോട്ടെ. മോള് നാളെ അവിടം വരെ ഒന്ന് പോണം. എവിടെ? ശ്രീനിലയം വരെ. അയ്യോ, ഞാനോ? അമ്മ പോയി സംസാരിച്ചാൽ മതി. ഞാൻ പോകും. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. ഞാൻ പോയിട്ട് എന്ത് പറയാനാണമ്മേ? മോള് പോയി ഈ വിശേഷങ്ങളൊന്നും പറയണ്ട. പക്ഷേ ഇപ്പം നിലവിലുള്ള ഈ അകൽച്ച ഇല്ലാതായ പോലെ അവർക്ക് തോന്നണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കയറി കല്യാണം ആലോചിച്ചാൽ അവർ സമ്മതിക്കില്ല. ഞാൻ എന്താ വേണ്ടത്? വെറുതെ അമ്പലത്തിൽ പോയ വഴി എന്ന പോലെ അവിടെ ഒന്ന് കയറണം. സ്നേഹമായിട്ട് സംസാരിച്ച് അവരെ അത്ഭുതപ്പെടുത്തണം. പഴയതുപോലെ അതിലും കൂടുതലായിട്ട് അവരെ സ്നേഹിക്കുന്നതായി ഭാവിച്ച് അവരുടെ സഹതാപം നേടിയെടുക്കണം. മനസ്സിലായോ? മോളോട് ഈ കടുങ്കൈ ചെയ്ത സ്വന്തം മകനെ ദേവൂട്ടി വെറുക്കണം. എന്റെ മോക്ക് അനുകൂലമായ ഒരു മാനസികാവസ്ഥ അവിടെ ഉണ്ടായ കാര്യം എളുപ്പമാണ്. അത് മോളുടെ മിടുക്ക് പോലിരിക്കും. ഞാൻ ശ്രമിച്ചു നോക്കാം. പോരാ, ഉദ്ദേശിച്ചത് നടത്തിയിരിക്കണം. അപ്പോ നാളെ രാവിലെ. മായേ, ആഹാ, മൃദുലേച്ചി. അമ്മ എവിടെയില്ലേ? ഉണ്ട് അമ്മേ. ആ മൃദുലയായിരുന്നു. ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ. ഇവിടെ വന്നപ്പോ അമ്മയെ മായൊന്ന് കാണണം തോന്നി, അതുകൊണ്ട് കയറിയതാ. നന്നായി. ഒന്ന് കാണാൻ കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. മോളെയും കുഞ്ഞുങ്ങളെയും ഇനി ഒരിക്കൽ പോലും കാണാൻ പറ്റില്ലെന്നാ ഞാൻ വിചാരിച്ചത്. വേണുവേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും എനിക്ക് അമ്മായിയും മായയും കാണാതിരിക്കാൻ കഴിയില്ല. വല്ലപ്പോഴും ഈ പടി കയറി വരാൻ അമ്മായി എന്നെ അനുവദിക്കണം. ഈ വീട്ടിൽ വരാൻ മോൾക്ക് ആരുടെ അനുവാദം വേണ്ട. ഇത് മോളുടെ വീടാ. ഇപ്പോഴും എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏത് ശാപമാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയത്? എത്ര സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കഴിഞ്ഞിരുന്ന കുടുംബം. ഒക്കെ വിധിയെന്നാ ഞാൻ സമാധാനിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താൻ മനസ്സ് വരുന്നില്ല. ഒക്കെ എൻ്റെ സമയദോഷ. എനിക്കൊരു പരിഭവവും ഇല്ല. എന്തായാലും മോൾ ഇവിടം വരെ വന്നത് നന്നായി. മനസ്സിന്റെ ഭാരം കുറെ ഒഴിഞ്ഞതുപോലെ. ഇന്നലെ രാത്രി കൂടി അമ്മ പറഞ്ഞായിരുന്നു, മൃദുലേച്ചിയും കുട്ടികളെയും ഇനി എന്ന് കാണാനാന്ന്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ 4 മണിയാവും. മായ വൈകിട്ട് വീട്ടിലേക്കൊന്ന് വാ. മായേൻ്റെ കാണണമെന്ന് പറഞ്ഞ് അവരും വല്ലാത്ത സങ്കടത്തിലാ. മോള് വരുവോ? വരാം.
ഞാൻ എന്തായാലും വരാം മൃദുലേച്ചി. കുട്ടികൾ വരട്ടെ, ഞാൻ അടുത്ത ദിവസം തന്നെ വരാം. എന്നാ പോട്ടെ അമ്മേ. മോൾ ഇതുവരെ വന്നിട്ടൊരു ചായ പോലും കുടിക്കാതെ. വേണ്ടമ്മേ, വരട്ടെ മായേ. സാറ് രജിസ്റ്റേർഡ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ വിവാഹമോചനം വരെ എത്തി അല്ലേ? താനിങ്ങനെ വിഷമിച്ചാലോ? നമുക്കൊന്നുകൂടി മൃദുലയോട് സംസാരിക്കാം. ഫലമുണ്ടാവും തോന്നുന്നില്ല. ഇതൊരു ഉറച്ച തീരുമാനത്തിൻ്റെ സൂചനയാണ്. എന്നെ വിട്ടുപോകാൻ തന്നെയാണ് അവളുടെ തീരുമാനം. എന്നാലും അവൾക്ക് ഇതിൽ ഒപ്പിടാൻ മനസ്സ് വന്നല്ലോ. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചല്ലേ, പരസ്പരം മനസ്സിലാക്കി ജീവന് തുല്യം സ്നേഹിച്ചതല്ലേ. ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മുറിച്ചു കിടന്ന് സ്വതന്ത്രയാകാൻ പറ്റൂ? തന്നെ ഊർമിളയെ പറ്റി അത്രയ്ക്ക് അനാവശ്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടാവും. ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്നതിന് മുമ്പ് എൻ്റെ വാക്ക് കേൾക്കാൻ മനസ്സുണ്ടായില്ലല്ലോ. എന്നേക്കാൾ വിശ്വാസം മറ്റുള്ളവരുടെ വാക്കാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള പ്രശ്നം. ഒരു സംശയത്തിന്റെ തീപ്പൊരി മതി വർഷങ്ങൾ പഴക്കമുള്ള ബന്ധം തകർന്നു വീഴാൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? തൻ്റെ സ്റ്റാൻഡിൽ താ ഉറച്ചു നിൽക്കല്ലേ? ഇതിപ്പോൾ മൃദുലയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. പിരിയാനാണ് വിധിയെങ്കിൽ പിരിഞ്ഞല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് പറ്റില്ലല്ലോ. അതിലെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. വേണം, കൂൾ ഡൗൺ, വണ്ടിക്കാരൻ.
എത്രയായി? 40.